ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. മാങ്ങ കൊണ്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചട്ടി ചൂടായതിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 35ഓളം മുളക് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളിതിലേക്ക് എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും മുളക് എടുത്തത്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും മുളകുമൊക്കെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്നും മാറ്റാം. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. മുളകിൻ്റെയും കറിവേപ്പിലയുടെയും ചൂട് നന്നായിട്ട് ആറിയതിനു ശേഷമേ പൊടിച്ചെടുക്കാവൂ. അല്ലാതെ നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൂട് കാരണം ജാറിൻ്റെ അടപ്പ് പൊന്തി പൊടികളെല്ലാം തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂട് ആറിയതിനു ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ഇനി ആ മുളകും കറിവേപ്പിലയും വറുത്ത് കോരിയ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. മാങ്ങ നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ പച്ചനിറം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിൽ നിന്നും കോരി മാറ്റാം. മാങ്ങക്ക് ഈ കാണുന്ന കളറാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാങ്ങയും അതുപോലെ തന്നെ വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ മാങ്ങയെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ആ വറുത്ത ചട്ടിയിലെ എണ്ണ മാറ്റി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച മുളകിൻ്റെയും കറിവേപ്പിലയുടെയും പൊടി ഇട്ട് കൊടുക്കുക. ഈ പൊടിച്ചതിട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നേരത്തെ വറുത്ത് കോരിയ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ മാങ്ങ ഒരിക്കലും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നല്ലെണ്ണ ഉണ്ടല്ലോ, നമ്മൾ മാങ്ങ വറുത്ത് കോരിയ എണ്ണ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് ഒരു 10 സെക്കൻഡ് വരെ ഒന്ന് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ ഉഗ്രൻ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഞാൻ ആ പൊടിച്ചത് ചേർത്തപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ മിസ്സായതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.